ഗുഡ് മോർണിംഗ്. നമുക്കിനി റെസിഡ്യൂ തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. സോ പ്രധാന ആപ്ലിക്കേഷൻ ഈ റെസിഡ്യൂ തിയറത്തിൻ്റെ ഉള്ളത് റിയൽ ഇൻറ്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്കൊരു ഇൻറ്റഗ്രൽ ഉണ്ട്, ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. സോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഞാൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്, ഞാൻ ഈ ഇൻറ്റഗ്രലിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഈസ് ഐ ആം ചേഞ്ചിങ് ദിസ് ഇൻറ്റഗ്രൽ ഇൻ ടു ജെ ഈക്വൽ ടു integral around c dz by z square plus 1. Here c is the path from minus infinity to infinity along x-axis. അതായത് നമുക്കൊരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ഇവിടെ ഈ ഒരു ഈ എക്സ് ആക്സിസിൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, ഈ മൈനസ് ഇൻഫിനിറ്റിന്ന് ഇങ്ങേ അറ്റം വരെയുള്ള ആ ഒരു ഇതിനാണ് ഒരു കർവ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇതിൻ്റെ എക്സ് ആക്സിസിലുള്ള ലൈനാണ് നമ്മുടെ സി എന്നുള്ള പാത്ത്. സോ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം കൺസിഡറിങ് എ കോണ്ടൂർ ഇൻ്റഗ്രൽ. അതായത് എ കോണ്ടൂർ ഇൻ്റഗ്രൽ j. So I am having a contour integral j along c dz by z square plus 1. Okay, so ഈ c എന്നുള്ള പാത്ത് ഇവിടെ കാണുന്ന ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ അങ്ങനെ വന്നു, ഇവിടെ എത്തി, എന്നിട്ട് ഇതിൽ കൂടെ ഈ സെമി സർക്കിളിൽ കൂടെ അങ്ങനെ പോയിട്ട് തിരിച്ച് -r എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്ന ഒരു കോണ്ടൂറാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. ദിസ് ഇസ് എ ക്ലോസ്ഡ് പാത്ത് വിത്ത് ഇറ്റ്സ് എ സെമി സർക്കിൾ. സോ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ ഇൻ്റഗ്രൻ്റ് ഞാനൊന്ന് എടുത്ത് നോക്കാം. സോ അവർ ഇൻ്റഗ്രൻ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 1. This is equal to 1 divided by z plus I into z minus I. Okay, that means it has two poles. Specifically, it is first order poles. So two poles at z equal to plus or minus I. സോ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ പോൾസ് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. z ഈക്വൽ ടു പ്ലസ് ഐയിലും z ഈക്വൽ ടു മൈനസ് ഐയിലും രണ്ട് പോൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് പോൾസിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇത് അനലിറ്റിക് ആണ്. നൗ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഈ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ z ഈക്വൽ ടു മൈനസ് ഐ എന്നുള്ളത് ഈ പാത്തിന്, നമ്മളെ കർവ് എടുത്തിരിക്കുന്ന സി എന്നുള്ള പാത്തിൻ്റെ പുറത്താണ്. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ ധൈര്യമായിട്ട്. പക്ഷേ z ഈക്വൽ ടു ഐ എന്നുള്ള ആ ഒരു പാത്ത്, ആ ഒരു പോൾ നമ്മുടെ കർവിനകത്താണ്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ദാറ്റ് പോൾ. സോ നമുക്കിതിനകത്ത് ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ റെസിഡ്യൂ തിയറാണ്. നൗ നമുക്ക് നോക്കി നോക്കാം. ഈ ഇൻ്റഗ്രലിൻ്റെ എന്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഇൻ്റഗ്രൽ ഈസ് j ഈസ് ഈക്വൽ ടു, I think I should give a closed integral c dz divided by z square plus 1. സോ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ഒരു സൈഡ് നോക്കുകയാണ്. ഇതിനകത്ത് രണ്ട് തരത്തിൽ നമുക്ക് നോക്കി നോക്കാം. സോ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് j എന്നുള്ള ഇൻ്റഗ്രലിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ റെസിഡ്യൂ തിയറം ഒന്ന് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് വെൻ അപ്ലൈ റെസിഡ്യൂ തിയറം. സോ യു ഹാവ് ടു അപ്ലൈ റെസിഡ്യൂ തിയറം. So when you apply residue theorem, what you are getting is j is equal to 2 pi I into residue at z equal to I. That is equal to 2 pi I into limit z tending to I z minus I into 1 divided by z plus I into z minus I. So അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 pi I into
1 divided by ഇവിടെ സെറ്റ് മൈനസ് ഐ ക്യാൻസൽ ആക്കി പോയി. സോ ഇതും സെറ്റ് മൈനസ് ഐ ക്യാൻസൽ ആയപ്പോൾ 1 by z plus i ആണുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 1 by z plus i where z equal to i. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൻസർ പൈ എന്നാണ്. കാരണം ഇവിടെ 2i വരും. സോ ഇവിടെയുള്ള 2 ഇതും ഇവിടെ ഉള്ളത് ഈ 2iയും ഇതും ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടുന്നത് പൈ എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു സ്പെസിഫിക് കളി ടു ബി എ ബിറ്റ് കെയർഫുൾ. അതായത് നമുക്ക് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ അല്ലെങ്കിൽ വി ഹാവ് ടു കൺഫേം ദാറ്റ് ഇവിടെ r ഈസ് ഗ്രേറ്റർ ദാൻ 1. അതായത് z equal to i ഈസ് വിത്തിൻ c എന്ന് നമുക്കിവിടെ കൺഫേം ചെയ്യണം. ഈ ഫിഗർ നോക്കി, അപ്പോൾ ഫിഗറിലേക്ക് പോവാം. ഇവിടെ ഇതാണ് നമ്മുടെ ഫിഗർ. ഇവിടെ ഈ പോയിന്റ് ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ പോകും. അപ്പോൾ i എന്നുള്ള വാല്യൂ മുകളിലേക്കാണ് പോവാം. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. അതായത് അറ്റ്ലീസ്റ്റ് r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ആ ഒരു പ്രത്യേക കാര്യം ഇവിടെ നമ്മൾ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്കിതിങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ. നൗ ഈ പ്രോബ്ലത്തിൻ്റെ അടുത്ത സൈഡ് നമുക്ക് നോക്കാം. അതായത് ഈ സൈഡ് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ what you have is j is equal to close integral over c dz by z square plus 1. ഞാൻ ഇതിനെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അതായത് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ മൈ പോയിന്റ് ഈസ് ഹിയർ. ഈ മൈനസ് ആർ എന്നുള്ള ആ പോയിന്റിൽ നിന്ന്, സോ ഈ മൈനസ് ആർ എന്നുള്ള ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ, അതായത് ഈ പ്ലസ് ആർ എന്നുള്ള ഈ പോയിന്റിലേക്ക് വരുന്നു. ദെൻ ഇറ്റ് ഗോ ത്രൂ ദിസ് പ്ലേസ് ആൻഡ് ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് ഇവിടെ ഒന്ന് മൈനസ് ആറിലേക്ക് എത്തും. അപ്പോൾ എനിക്കിതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറ്റാം. ഒന്ന് മൈനസ് ആർ ടു പ്ലസ് ആർ ഇൻ്റഗ്രൽ ആൻഡ് ദെൻ അനദർ ഈസ് ഇങ്ങനെയുള്ള വരുന്ന ഇൻ്റഗ്രൽ. സോ ഈ ഒരു ഭാഗം ഇതിനെ എനിക്ക് ഈ ഒരു പാർട്ടിനെ മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ സി ആർ എന്ന് പറയാം. അതായത് ഇവിടെയുള്ള ഒരു സെമി സർക്കിളിനെ അതിനെ എനിക്ക് സി ആർ എന്ന് ഞാൻ പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ വിൽ ബി ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ആർ ടു ആർ dx divided by x square plus 1 plus integral over cr dz by z square plus 1. സോ ഇവിടെ നമ്മൾ മൈനസ് ആർ ടു ആർ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ്. മൈനസ് ആർ ടു ആർ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ y വാല്യൂ 0 ആണ്. അതായത് ഇറ്റ് ഈസ് അലോങ് എക്സ് ആക്സിസ്. അതായത് y വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ y കോമ്പോണൻറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ഇമാജിനറി പാർട്ട്സ് ഉള്ളത്. സോ ദാറ്റ് പാർട്ട് ഓൺലി കണ്ടെയ്ൻസ് ദ റിയൽ പാർട്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 വന്നത്. സോ വി ഹാവ് മൈനസ് ആർ ടു ആർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി ആർ ഡി സെഡ് ബൈ z square plus 1. So here CR is the semi-circular part of C. അപ്പോൾ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഓൾറെഡി പൈ എന്ന് കിട്ടി, മറ്റേ സൈഡ് ഇങ്ങനെയും കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ വാട്ട് യു നീഡ് ടു ഡു? equating the two equations, equating the two results. ആ രണ്ടും കൂടി റിസൾട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ what you are getting is pi is equal to integral from minus r to r dx divided by x square plus 1 plus integral cr dz divided by z square plus 1. So ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഹോൾഡ്സ് ഫോർ ആൾ ആർ. സോ
this equation holds for all r. അതായത് r should be greater than 1. അതായത് r greater than 1 എല്ലാ ആറിലും ഇൻഫിനിറ്റിയുടെ ആണെന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? that is r goes to infinity. അതിലും it will hold for r equal to infinity. സോ ഞാനിവിടെ r എന്നുള്ളത് ഇൻഫിനിറ്റി ആയിട്ട് ഞാനിവിടെ തൽക്കാലം അസ്യൂം ചെയ്യാം. So I am assuming r tending to infinity. So I am taking the limit r tending to infinity. എനിക്ക് കിട്ടുന്നതാണ് phi is equal to integral from minus infinity to infinity dx by x square plus 1 plus limit r tending to infinity integral cr dz by z square plus 1. Now ഈ കാണുന്ന സാധനം നമ്മുടെ ഇതാണ് നമുക്ക് കാണേണ്ട ഇൻ്റഗ്രൽ ഐ. നമുക്കറിയാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ഒരു റിയൽ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐ ആണ് കാണേണ്ടത്. പക്ഷേ ഇതിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് ഇതുണ്ടല്ലേ, ഈ ഒരു ഇൻ്റഗ്രൽ ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി സി ആർ ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഈ ഒരു ഇൻ്റഗ്രൽ കാണണം. സോ അത് കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ഈ ഒരു മെത്തേഡ് ഉണ്ട്. വി ആർ യൂസിങ് ദ മെത്തേഡ് ഓഫ് ML bound. We use the method of ML bound. സോ അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ആ ഫിഗർ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ്. സോ ഫിഗർ ഈസ് സംഭവം. സോ ഈ ആർ എന്നുള്ളത് ഈ സെഡ് എന്നുള്ളത് ഈ സെമി സർക്കുലർ പാർട്ടിൽ കൂടെ പോകുമ്പോൾ ഐ ആം കൺസിഡറിങ് ദിസ് വൺ, the point z minus I vector as a vector. So ഈ z minus I എന്നുള്ള വെക്ടറിന് അതിൻ്റെ സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു വെക്ടർ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും ചെറുതാവുന്നത്. So z minus I has the smallest magnitude when z is equal to ri. Okay, so this is an arbitrary r. So ഇതിൽ ri എന്നുള്ള ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ്, സോ നമ്മുടെ ഈ പോയിന്റ് ആണ് നമ്മുടെ ri എന്നുള്ള പോയിന്റ്. So z minus I has the smallest magnitude when z is equal to ri. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ z പ്ലസ് ഐ എന്നുള്ള വെക്ടറാണ്. ഇതാണ് z പ്ലസ് ഐ എന്നുള്ള വെക്ടർ. അപ്പോൾ ഇതിനെപ്പോഴും മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആണ് കിട്ടുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ സി ആറിൽ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ വെക്ടറിന് മിനിമം വാല്യൂ വരും. ബാക്കിയുള്ളവരെല്ലാം അത് വലുതായി വരും. കണ്ടോ, ഇതിങ്ങനെ വലുതായിട്ടാണ് വരിക. ഈ പോയിന്റ് എത്തുമ്പോൾ മാത്രമാണ് ചെറുതായിട്ട് വരിക. സോ ഇതിൻ്റെ മിനിമം വാല്യൂ ഈ z പ്ലസ് ഐ എന്നുള്ള ഈ വെക്ടറിൻ്റെ മിനിമം വാല്യൂ വരുന്നത് വെൻ z ഈസ് ഈക്വൽ ടു പ്ലസ് ആർ ആൻഡ് മൈനസ് ആർ. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ ഉണ്ട്. നമുക്ക് ഈ ലെങ്ത് എത്രയാണെന്ന് കാണാം. സോ ഇതെത്രയാണ്? ഈ ലെങ്ത് ആറാണ്, ഇത് ഐ ആണ്. സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഇവിടെ ഉള്ളത് ഐ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ഈ പോയിന്റ് നമുക്ക് ഇതിനെ ഒരു അല്ലെങ്കിൽ നമുക്കിത് മറ്റൊരില്ല ഇതിൻ്റെ ഒരു വെക്ടറായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആർ പ്ലസ് ആർ, ഇത് ആറും ഇത് മൈനസ് ഐ ആണ്. സോ ആർ പ്ലസ് ഐ എന്നുള്ള വെക്ടറായിട്ട് മാറും. സോ ഇതൊരു വെക്ടറായിട്ട് മാറും. ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് ആർ പ്ലസ് ഐ എന്നായിട്ട് മാറും ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1 എന്നായിട്ട് മാറും. ഓക്കെ, സോ ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് കീപ് ഇറ്റ് ഹിയർ ഓൺലി. ഓക്കെ,
So let's write this. So നമ്മുടെ വാല്യൂ ഇങ്ങനെയാണ് വന്നത്. ഇതിൻ്റെ so when r z is equal to when z is equal to ri, z minus I has the smallest magnitude. സോ ആ പോയിന്റിൽ z is equal to ri എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ri മൈനസ് ഐ എത്ര വന്നു? r മൈനസ് 1 ഇൻറ്റു ഐ എന്നായി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വിൽ ബി മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് വരും? r മൈനസ് 1 എന്ന് വരും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് r മൈനസ് 1 ആണ്. അതുപോലെ മറ്റേ അടുത്തത് വെക്റ്റർ, when the vector for the vectors when z is equal to plus or minus r, ഇവിടെ z പ്ലസ് ഐ വെക്ടറിന് സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡ് വരും, ആസ് സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z equal to പ്ലസ് ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ that will be r plus I എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് r plus I എന്ന് വരും. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ എത്ര വന്നു? that will be r square plus 1 root of r square plus 1 എന്ന് പറയും. Okay, so let's have a look at the magnitude. That means the maximum value. So നമ്മൾ നോക്കാം, നമ്മുടെ ഇൻ്റഗ്രൻ്റ് വരുന്നത് ഇതാണ്, 1 by z square plus 1 ആണ്. സോ ഇതിന് മാക്സിമം വരാവുന്ന മാക്സിമം വാല്യൂ എന്നത് എപ്പോഴാണ് മാക്സിമം വാല്യൂ വരിക? ഇതിൻ്റെ ഡിനോമിനേറ്ററിന് മിനിമം വാല്യൂ വരും. സോ ഈ z1 by z square minus z square plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ 1 divided by z minus I into z plus I എന്നാക്കിയിട്ട് എഴുതാം. And that will be 1 divided by mod of z minus I into mod of z plus I എന്നാക്കി എഴുതാം. സോ ഇതിൻ്റെ എല്ലാം മാക്സിമം വാല്യൂസ്. സോ ദ മാക്സിമം വാല്യൂസ് z മൈനസ് ഐയുടെ മാക്സിമം വാല്യൂ എന്നുള്ളത് ഇതിൻ്റെ മാക്സിമം വാല്യൂ. സോ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത് r മൈനസ് 1 ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് 1 ആണ്. ദാറ്റ് മീൻസ് അവർ maximum value will be 1 divided by r minus 1 into root of r square plus 1 for all z on CR. Okay, so ഇതിനെ ഞാൻ ഇതാണ് നമ്മുടെ നൗ ഇനി എൽ കാണണം. നൗ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ കോണ്ടൂർ. അപ്പോൾ നമ്മൾ കോണ്ടൂർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെമി സർക്കിളാണ് അല്ലേ? അപ്പോൾ ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ്. സോ ഹാഫ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? πr. സോ ക്യാപിറ്റൽ എൽ വിൽ ബി ഈക്വൽ ടു πr. Capital L will be equal to πr. That means when you apply the ML bond, integral CR dz divided by z square plus 1, which will be less than or equal to 1 by r minus 1 into root of r square plus 1 into πr. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വെൻ ആർ ഈസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആറും ഇവിടെ ആർ സ്ക്വയർ പ്ലസ് 1 ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആറും വന്നു. അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് പൈ ബൈ ആർ. ഓക്കെ, പൈ ബൈ ആർ എന്ന് തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ഗോസ് ടു 0 വെൻ ആർ അല്ല സോറി ആർ അല്ല സെഡ്. വെൻ
z goes to infinity. അതായത് നമ്മുടെ ഈ ഇൻ്റഗ്രൽ നമ്മുടെ എം എൽ ബൗണ്ട് നമ്മുടെ ഇൻ്റഗ്രൽ ദിസ് ഇൻ്റഗ്രൽ ഓക്കെ ഈ കാണുന്ന ഈ ഇൻ്റഗ്രൽ വിൽ ബി goes to 0 when this r goes to infinity. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവിടെ I pi is equal to I plus 0 or I is equal to pi. Okay. So നമ്മുടെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ആദ്യം നമ്മുടെ I can explain with the contour in a better way. സോ നമ്മൾ ചെയ്തത് നമ്മുടെ ഇൻ്റഗ്രലിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രൽ ആക്കിയിട്ട് മാറ്റി എഴുതി. കോംപ്ലക്സ് ഇൻ്റഗ്രൽ ആക്കി മാറ്റി എഴുതിയ ശേഷം നമ്മൾ അതിൻ്റെ കോണ്ടൂർ സെലക്ട് ചെയ്തു. അത് മൈനസ് ഒരു ഹാഫ് സർക്കിളാണ്. ഇവിടെ നമ്മുടെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് റിയൽ ആക്സിസിലെടുത്തു. റിയൽ ആക്സിസിലെടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ ഒരു സെമി സർക്കിൾ ആക്കിയിട്ട് ഒരു സെറ്റ് ആക്കി എടുത്തു. ദെൻ ആ കോണ്ടൂർ ഇൻ്റഗ്രൽ നമ്മൾ റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു ഒരു സൈഡിൽ. എന്നിട്ട് മറ്റേ സൈഡ് എന്ത് ചെയ്തു, നമ്മളിതിനെ എം എൽ ബൗണ്ട് വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ദ അപ്പർ സർക്കിൾ കോൺട്രിബ്യൂഷൻ ദാറ്റ് വിൽ ബി 0 when r tending to infinity. So that is a pretty easier way to find an integral like that. And ചില കേസിൽ നമുക്ക് പലപ്പോഴും വരാം, പലപ്പോഴും നമുക്ക് ചില കേസുകളിലെങ്കിലും നമ്മുടെ ഇൻ്റഗ്രൽ ഇങ്ങനെ വരാം. അതായത് I is equal to integral from 0 to infinity dx by x square plus 1 എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഇൻ്റഗ്രൻ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഇൻ്റഗ്രൻ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ I can re-express it as half into integral from minus infinity to infinity dx by x square plus 1 എന്ന് ആക്കിയതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. So this is a very important example for calculating some real integrals using the residue theorem and this complex integration. And I hope you understood it. And if in case of any doubt, please feel free to contact me. And thank you.